വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനോ അല്ലെങ്കിൽ ടൈറ്റൻ ചെയ്യാനോ മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിമ്പിൾസ് ആയിക്കോട്ടെ, ബ്ലാക്ക് ഹെഡ്സ് ആയിക്കോട്ടെ, അതൊക്കെ നല്ലോണം റെഡ്യൂസ് ചെയ്യാനും ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആക്നി റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് ഹോം റെമഡീസ് മാത്രമാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത് നോക്കുകയാണെങ്കിൽ, ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സ്ക്യൂസ് ചെയ്ത്, അതായത് ടൊമാറ്റോൻ്റെ ജ്യൂസാണ് എടുക്കുന്നത്. അത് നമുക്ക് നീഡഡ് ക്വാണ്ടിറ്റി എടുക്കുക. ദെൻ നമ്മൾ മുൾട്ടാണി മിട്ടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫൈനലി നമ്മൾ കുറച്ച് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോസ് വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ഒന്ന് സൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റോസ് വാട്ടർ. അപ്പോൾ ആ ഒരു സ്കിന്നിന് നല്ലൊരു സൂത്തനിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോസ് വാട്ടർ ഫൈനലി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫേസ് ഓവറോൾ നമ്മൾ ഒരു ബ്രഷ് വെച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, സ്കിൻ നല്ലോണം ലൈറ്റൻ ചെയ്യാനും ടൈറ്റൻ ചെയ്യാനും പിമ്പിൾസും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആൻറ്റി ഏജിങ്ങിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ്. നന്നായിട്ട് നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ആ ഒരു സൺലൈറ്റ് ഒക്കെ കൊണ്ടിട്ട് സൺ ബേൺ ഒക്കെ ഏൽക്കുകയാണെങ്കിൽ ആ ഒരു സൺ ബേണിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. അതായത് റെഡ്യൂസ് റിസ്ക് ഫ്രം സൺബേൺ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. നമ്മുടെ സ്കിൻ നല്ലോണം മോയിസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, സെല്ലുലർ ഡാമേജിന് എതിരായിട്ട് പോലും ഫൈറ്റ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടം കൊണ്ട് തീരുന്നില്ല. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ വെയിറ്റിംഗ് ടൈം നോക്കുകയാണെങ്കിൽ 20 മിനിറ്റ് ആണ് നമ്മൾ ഫേസിൽ വെക്കേണ്ടത്, അല്ലെങ്കിൽ 15 മിനിറ്റ്. നമ്മുടെ സ്കിൻ നല്ലോണം സോഫ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ സപ്പിളാക്കാനും നറിഷ് ചെയ്യാനും വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത് മാത്രമല്ല, ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലും നന്നായിട്ട് ലൈറ്റൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫേസിൽ ഡൾനെസ് ആയിക്കോട്ടെ, അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാവുന്നതുണ്ടെങ്കിൽ അതും നമുക്ക് കളയാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ സൺബേണൊക്കെ അടിച്ചിട്ട് ഭയങ്കര ടാനൊക്കെ അടിച്ച് വരികയാണെങ്കിൽ ആ ഒരു ടാൻ പോലും ഡീറ്റാൻ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ പണിപ്പെട്ട പണിയൊന്നുമില്ല. ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിലും നോർമലി നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുൾട്ടാണി മിട്ടിക്ക് പകരം റൈസ് ഫ്ലോർ വേണമെങ്കിലും ആഡ് ചെയ്യാം, ഓപ്ഷണലാണ്. പക്ഷേ നിങ്ങൾ മുൾട്ടാണി മിട്ടി ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ആ ഒരു ആക്നിക്ക് റിഡക്ഷനൊക്കെ നൽകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് മുൾട്ടാണി മിട്ടിയാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മുൾട്ടാണി മിട്ടി തന്നെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു ബൗളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക. അതിലേക്ക് നമ്മൾ നമ്മുടെ തക്കാളിയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു കുറച്ചൊരു പീസ് എടുത്താൽ മതി, അത്രമാത്രം നീര് മതി, ഒരുപാടൊന്നും വേണ്ട. അതിലേക്ക് നമ്മൾ മുൾട്ടാണി മിട്ടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫൈനലി ഒന്ന് തിക്ക് പേസ്റ്റ് രൂപേണ വരാൻ വേണ്ടിയിട്ട് കുറച്ച് റോസ് വാട്ടർ, മെയിൻലി റോസ് വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിൻ ഒന്ന് സൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ റോസ് വാട്ടറിന് പകരം അലോവേര ജെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഓപ്ഷനിലാണ്. അപ്പോൾ ഇത്ര മാത്രം നമ്മൾ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്തിരിക്കണം. അതായത് ഫേസ് വാഷ് വെച്ചിട്ട് നമ്മുടെ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും ഈ ഒരു പാക്ക്. അതിനുശേഷം നിങ്ങൾക്ക് വാഷ് ഓഫ് ചെയ്യാം പ്ലെയിൻ വാട്ടറിൽ. അപ്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ വാഷ് ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ആ ഒരു മഞ്ഞ കളറ് നിൽക്കും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വീണ്ടും നിങ്ങൾ ഫേസ് വാഷ് ഇട്ട് വാഷ് ഓഫ് ചെയ്യുക. അപ്പോൾ തന്നെ ആ ഒരു മഞ്ഞ കളറും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് പൊയ്ക്കോളും. അപ്പോൾ നമ്മൾ പാക്കൊക്കെ ഇടുമ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്റ്റ് ചെയ്യണം. അപ്പോൾ മോയ്സ്ചറൈസർ നിങ്ങൾ ഫൈനൽ സ്റ്റെപ്പിൽ യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മാമ എർത്തിൻ്റെ ആപ്പിൾ സിഡർ വിനെഗർ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. വളരെ ലൈറ്റാണ് ആൻഡ് പിന്നെന്താ പറയുക,
പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആവും. നല്ലൊരു മോയ്സ്ചറൈസറാണ്. എല്ലാവരും ഒരുപാട് നല്ല റിവ്യൂസും കാര്യങ്ങളും റേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടായിട്ടുള്ള മോയ്സ്ചറൈസർ അത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കണ്ടിന്യൂസ്ലി ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ്.